മലപ്പുറം നിലമ്പൂർ കാളികാവിൽ യുവാവ് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലെന്ന് പ്രാഥമിക നിഗമനം. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഗഫൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളി സമദ് ഓടി രക്ഷപ്പെട്ടു. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. പിന്നീട് വനം വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിനിടെ പ്രദേശത്ത് തിരച്ചിൽ നടത്താനായി വയനാട് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകൾ ഉൾപ്പെടെ പ്രത്യേക സംഘം പുറപ്പെട്ടു. ഡോക്ടർ അരുൺ സക്കറിയയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തിരച്ചിൽ സംഘം അവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കുങ്കിയാനകൾ അടക്കമുള്ള സംഘമാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഡോക്ടർ അരുൺ സക്കറിയ അടക്കം അവിടേക്ക് എത്തുന്നു. വനം മന്ത്രി AK ശശീന്ദ്രൻ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ദേവിക, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി കൂടി, അദ്ദേഹത്തിന്റെ പേര് സമദ് എന്നാണ്. ഇവർ രണ്ടുപേരും ജോലിക്ക് വേണ്ടിയിട്ടാണ്, ഇത്തരത്തിൽ ടാപ്പിംഗ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ കാളികാവ് ഈ മേഖലയിലേക്ക് പോയത്. പിന്നീട് ജോലി ചെയ്യുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവ ഗഫൂറിന്റെ മേലേക്ക് ചാടി വീഴുന്നതായാണ് ദൃക്സാക്ഷി കൂടിയായ സമദ് പറയുന്നത്. പിന്നീട് ഏകദേശം 100 മീറ്റർ അപ്പുറത്തു നിന്നാണ് ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചത്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ മറ്റു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തിരച്ചിലിന് ഒടുവിലാണ് ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചത്. ഗഫൂറിന്റെ ശരീരത്ത് പല ഭാഗങ്ങളിലും ഈ കടുവ കടിച്ച ഒരു അടയാളങ്ങൾ ഉണ്ടായിരുന്നു. കാലിന്റെ ഭാഗത്തുനിന്ന് മാംസമെല്ലാം കടിച്ച് പറിച്ച അടയാളം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ അടക്കമുള്ള സജീവമായ തിരച്ചിലിന് ഒടുവിലാണ് ഈ ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് ഈ ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. ആദ്യം തുടക്കത്തിൽ നാട്ടുകാർ ഈ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ സമ്മതിച്ചിരുന്നില്ല. വലിയ രീതിയിൽ പ്രതിഷേധിച്ച് മൃതദേഹം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. ഗഫൂറിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ കടുവയെ പിടികൂടി കൊല്ലണം ഉള്ള മറ്റൊരു ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. അതോടൊപ്പം ഗഫൂറിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് സ്ഥിരം ജോലി നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് പ്രതിഷേധത്തിന് വേണ്ടി എത്തിയിരുന്നു. തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പിന്റെ DFO അടക്കമുള്ളവർ നാട്ടുകാരുമായി ചർച്ച നടത്തി. MLA അനിൽകുമാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുമായെല്ലാം തന്നെ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അടിയന്തരമായി 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ വനം വകുപ്പ് നൽകും. അതിൽ നാളെ തന്നെ 5 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറും. വൈകാതെ തന്നെ ബാക്കിയുള്ള 5 ലക്ഷം രൂപ കൂടി വനം വകുപ്പ് നൽകും. ബാക്കിയുള്ള 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി നൽകും. ഇങ്ങനെ അടിയന്തരമായി 14 ലക്ഷം രൂപ നൽകും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ താൽക്കാലികമായി ഇപ്പോൾ നിലവിൽ അടിയന്തരമായി ഗഫൂറിന്റെ കുടുംബത്തിൽ ഉള്ള ഒരാൾക്ക് ജോലി നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. സ്ഥിരം ജോലി എന്ന കാര്യം പിന്നെ അക്കാര്യത്തിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അടിയന്തരമായി താൽക്കാലികമായി ഒരാൾക്ക് ജോലി നൽകും എന്നതാണ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത്. കടുവയെ വെടിവെച്ചു കൊല്ലുന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ നിലവിൽ തീരുമാനമായിട്ടില്ല. ഉന്നത വിദഗ്ധ സംഘവും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. എന്തായാലും കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കൂട് സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. അരുൺ സക്കറിയ അടക്കമുള്ള സംഘം വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തും. കുങ്കിയാനകളും ഇവിടേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള 25 അംഗ സംഘവും ഇവിടേക്ക് വരുന്നുണ്ട് കടുവയെ പിടികൂടുന്നതിനു വേണ്ടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത്. പിന്നീട് ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ ഇപ്പോഴും വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള
വന്യജീവി ശല്യം രൂക്ഷമായി തന്നെ നേരിടുന്ന ഒരു മേഖല കൂടിയാണ് നിലമ്പൂർ. നിലമ്പൂരിലെ മറ്റ് പലയിടങ്ങളിലും പ്രത്യേകിച്ച് നിലമ്പൂരും കരുളായി അടക്കമുള്ള കാളികാവ് അടക്കമുള്ള പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെയുള്ള വന്യജീവികളുടെ ശല്യം രൂക്ഷമായി തന്നെയുണ്ട്. കാട്ടാനകൾ കഴിഞ്ഞ 4 മാസത്തിനിടെ മാത്രം തന്നെ നിരവധി പേരുടെ ജീവനുകളാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാട്ടുപന്നിയുടെയും കരടിയുടെയും അടക്കം ഇത്തരത്തിൽ വന്യജീവികളുടെ വ്യാപകമായ ഒരു ശല്യം ഉള്ള ഒരു മേഖല കൂടിയാണ് ഇത്. സർക്കാരിനോട് പലതവണ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രഡ്ജിങ്ങും അതോടൊപ്പം തന്നെ മറ്റ് ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയരുന്നുണ്ട്. പക്ഷേ കൃത്യമായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. പക്ഷേ നിലവിൽ അല്പം ശാന്തത കൈവന്നിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ ഒരു പ്രതിഷേധം. ശരി, എന്തായാലും കുങ്കിയാനകൾ ഉൾപ്പെടെ പ്രത്യേക സംഘം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രദേശത്ത് ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരിക. ശിവദാസ് കർമ്മനമാണ് ചേർന്നത്.